താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ഉത്സവം ഞാൻ വിചാരിച്ചതാണ്. ബാൻഡുകളും പിരിക്കുമ്പോഴൊക്കെ ആയിട്ട് വളരെ വളരെ ഭംഗിയായ പരിപാടിയാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് സജിതാണ്, പിന്നെ നമ്മുടെ പ്രസാദ് രണ്ടുപേരും എൻ്റെ ഈ ഫംഗ്ഷന് വേണ്ടി ഇവരെ നമ്മൾ ആദ്യം വിളിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് എപ്പോഴും വരാനും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത്, കോഴിക്കോട് വന്ന് താമസിക്കുന്നത് അലിബായ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്, 2007. അപ്പോൾ തുടർന്ന് കോഴിക്കോട് പല സിനിമ ഷൂട്ടുകളിൽ വരാനിടയാവുകയും അല്ലാതെയുള്ള സന്ദർശനങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഒരുപാട് നല്ല ഓർമ്മകൾ, ഒരുപാട് നല്ല സംഗീതങ്ങൾ, ഒരുപാട് നല്ല സെക്ഷൻസ്, നല്ല മ്യൂസിക് സെക്ഷൻസ് ഒക്കെ നമ്മുടെ ഇടയ്ക്കൊന്ന് ചെയ്യാറുണ്ട്. ഫ്രൈഡേ റെസിഡൻസൊക്കെ വന്ന് ചെയ്യാറുണ്ട് കോഴിക്കോട് കലാകാരന്മാരെ കൊണ്ടും നല്ല മനുഷ്യരെ കൊണ്ടും എല്ലാം കൊണ്ടും, ഫുഡ് കൊണ്ടും, ഭംഗി എന്താ പറയുക, പ്രകൃതി ഭംഗി കൊണ്ടും, ആദർശം കൊണ്ടും, രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മുന്നേറി നിൽക്കുന്നൊരു ഒരു സ്ഥലം തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് വരാൻ. അപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് കോളേജിൽ വരിക എന്ന് പറയുന്നത് കുറച്ചും കൂടെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പയ്യന്നൂർ, എൻ്റെ സ്വദേശം പയ്യന്നൂർ കോളേജിൽ വരാതിലൂടെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ കാറ്റ് മാത്രം എനിക്ക് വീശിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഇയർ തൊട്ട് ഈ പറഞ്ഞ പോലെ +2 വരെ പഠിച്ച് കഴിഞ്ഞ സമയത്താണ് ഞാൻ ഒരു വർഷത്തെ എനിക്ക് 1 വർഷം അവധി വേണമെന്ന് ഞാൻ വീട്ടിൽ പറയുന്നത്. കാരണം 14 വർഷമായിട്ട് അടിയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഥിതിയോ ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു, അതെന്നായിരുന്നു. അങ്ങനെ 1 വർഷം മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. അപ്പം മ്യൂസിക്കിൻ്റെ ഒരു അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ബാംഗ്ലൂർ കോൺഫറൻസിൻ്റെ കൂടെ ഒരു കൊല്ലം മ്യൂസിക് പ്രൊഡക്ഷൻ ഇവന്റ് മാനേജ്മെന്റിലൊക്കെ ആയിട്ട് 1 വർഷം കാര്യങ്ങളാണ് +2 കഴിഞ്ഞിട്ട്. പിന്നെ വീണ്ടും വന്ന് എറണാകുളത്തൊക്കെ എറണാകുളം പഠിക്കണമെന്നൊരു ആഗ്രഹം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഇതുപോലെ ആൾക്കാരെ കാണാനും സമീപിക്കാനും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ എറണാകുളം പോലെ കോളേജുകളിൽ ട്രൈ ചെയ്തു. അപ്പോൾ ചില സ്ഥലത്ത് മാർക്ക് സംഭവിച്ചില്ല, ചില സ്ഥലത്ത് സാമ്പത്തികം സംഭവിച്ചില്ല. അങ്ങനെ അതൊക്കെ വിട്ട് അവസാനം വീട്ടുകാർ ചേർത്തു പയ്യന്നൂർ കോളേജിൽ PA പൊളിറ്റിക്കൽ സയൻസ്. അതായത് ഏറ്റവും കൂടുതൽ ആ മാർക്കിൽ മോശം ചെറിയ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഞാൻ പഠിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തു എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവില്ല എപ്പോഴും. ആ സമയത്ത് സെക്കൻഡ് ഇയർ ആയ ടൈമിലാണ് എനിക്ക് ഇതിനോട് കുറച്ചും കൂടെ സിനിമയോട് അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ അതിനോട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്താൽ സെക്കൻഡ് ഇയർ ഞാൻ വണ്ടി കയറി എറണാകുളത്തേക്ക് വണ്ടി കയറി. അവിടെ നിന്ന് 1-2 ഫ്രണ്ട്സിനെയൊക്കെ പല മേഖലയിൽ സ്ഥിരം ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് റൂമൊക്കെ ഷെയർ ചെയ്തിട്ട് എറണാകുളം നിൽക്കാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ ഞാനിവിടെ BA പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ വ്യക്തമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ എറണാകുളം സെക്കൻഡ് ഇയറിലോട്ട് നിന്ന് അങ്ങനെയാണ് രാജീവ് രവിസാറിന്റെ കമ്പനി പാർട്ടുള്ള സിനിമയിലേക്ക് ഒരു എൻട്രി. വീട്ടൊരു റിയൽ വീടുന്നുണ്ടായിരുന്നു. മഞ്ഞുമ്പ് ഈ കഴിഞ്ഞ ഇപ്പോൾ 2 മത്സരത്തിന് ശേഷം ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കരിയർ. അപ്പോൾ ആ ഒരു പാഷനാണ് ആക്ച്വലി വീണ്ടും അങ്ങനെ പോയി നിന്നുകൊണ്ടാണ് എനിക്കിപ്പോഴും ആക്ച്വലി സിനിമകൾ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ പാഷൻ എല്ലാ ഇതിലും നിലനിർത്തുക എന്നുള്ളതാണ് പാഷൻ. ഇപ്പം സിനിമയോടായാലും എഞ്ചിനീയറിങ്ങിനോടായാലും മാത്തമാറ്റിക്സിനോടായാലും ഫിസിക്സിനോടായാലും സംഗീതത്തോടായാലും എല്ലാത്തിനോടായാലും ആ പാഷൻ നിലനിർത്തുക, അതിന് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആക്ച്വലി ട്രസ്റ്റാണ്. കാരണം ചില സ്ഥലത്ത് നമുക്കൊരു പോയിന്റ് ശരിക്കും വന്നേക്കാം. കാരണം നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ കയ്യിലുള്ളത് പോകും, അത് പോകുന്നതാണ്. പക്ഷേ ഇഫ് യു ട്രസ്റ്റ്, നിങ്ങൾക്ക് അതിനോട് പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ പൂർണ്ണ സ്നേഹം ഉണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പാഷനെ കാണുമ്പോൾ